ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 9. ശരിയായ യേശു. ഒരുത്തൻ വന്നു പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 11 അധ്യായം 4 ബുക്ക് ക്ലബ് ലീഡർ അന്ന് ചർച്ച ചെയ്യേണ്ട നോവലിൻ്റെ സംഗ്രഹം തയ്യാറാക്കുമ്പോൾ മുറിയിലെ ബഹളം സുഖകരമായ ഒരു നിശബ്ദതയിലേക്ക് നീങ്ങി. എൻ്റെ സുഹൃത്ത് ജോവാൻ നോവൽ സംഗ്രഹം ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്നാൽ അതിൻ്റെ ഇതിവൃത്തം തിരിച്ചറിഞ്ഞില്ല. അവസാനം മറ്റുള്ളവർ വായിച്ച നോവലിന് സമാനമായ തലക്കെട്ടുള്ള ഒരു നോൺ ഫിക്ഷൻ പുസ്തകമാണ് താൻ വായിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. തെറ്റായ ആ പുസ്തകം അവൾ ആസ്വദിച്ചില്ലെങ്കിലും ശരിയായ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അവളുടെ സുഹൃത്തുക്കളുമായി പങ്കുചേരാൻ അവൾക്ക് കഴിഞ്ഞില്ല. കൊരിന്ത്യയിലുള്ള ക്രിസ്തുവിശ്വാസികൾ തെറ്റായ ഒരു യേശുവിൽ വിശ്വസിക്കാൻ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിച്ചില്ല. വ്യാജ ഉപദേഷ്ടാക്കൾ സഭയിൽ നുഴഞ്ഞു കയറുകയും അവർക്ക് വ്യത്യസ്തമായ ഒരു യേശുവിനെ നൽകുകയും അവർ ആ നുണകൾ വിശ്വസിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വ്യാജ പണ്ഡിതന്മാരുടെ ദൈവദൂഷണത്തെ പൗലോസ് വിമർശിച്ചു. എന്നിരുന്നാലും സഭയ്ക്കുള്ള തൻ്റെ ആദ്യ കത്തിൽ തിരുവെഴുത്തുകളിലെ യേശുവിനെ കുറിച്ചുള്ള സത്യം അദ്ദേഹം അവലോകനം ചെയ്തു. ഈ യേശുവായിരുന്നു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ച മശിഹ. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പിന്നീട് 12 ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ പൗലോസിനും പ്രത്യക്ഷനായി. ഈ യേശു മറിയ എന്ന കന്യകയിലൂടെ ഭൂമിയിലേക്ക് വന്നു. അവൻ്റെ ദൈവിക സ്വഭാവം സ്ഥിരീകരിക്കാൻ ഇമ്മാനുവേൽ, അതായത് ദൈവം നമ്മോട് കൂടെ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ഇതാണോ താങ്കൾ അറിയുന്ന യേശു? അവനെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്ന സത്യം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് നാം സ്വർഗത്തിലേക്ക് നയിക്കുന്ന ആത്മീയ പാതയിലാണെന്ന് ഉറപ്പു നൽകുന്നു. ചിന്തിക്കുക, യേശുവിനെക്കുറിച്ചുള്ള സത്യം താങ്കൾ വിശ്വസിക്കുന്നുവെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? യേശുവിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് താങ്കൾ മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ താങ്കൾ എന്താണ് അന്വേഷിക്കേണ്ടത്? ദൈവത്തിന് മഹത്വം.